ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പൊ ഇന്ന് ഊണിന് പറ്റിയ ഒരു കിടിലൻ സൈഡ് ഡിഷ് ആണ് ചെയ്യുന്നത്. ഒരു കിടിലൻ മുട്ട തീയൽ. അപ്പൊ ഉച്ചയൂണിന് മീനും ചിക്കനും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് ഉച്ചയൂണ് ഉണ്ടാക്കാനായിട്ട് ഈ മുട്ടത്തീയൽ മാത്രം മതി. അപ്പൊ അടിപൊളി ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ സാധാരണ തീയൽ പോലെ അല്ല കേട്ടോ. അപ്പൊ ഇതിന് കുറച്ച് വ്യത്യസ്തമാണ്. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ നമുക്ക് വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ മുട്ടത്തീയൽ ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ഒരു കടായിലേക്ക് ഒരു 1.5 കപ്പ് തേങ്ങ തിരുമിയത് ചേർക്കുന്നുണ്ട്. ഇനി 2-3 ചുവന്നുള്ളി മുറിച്ച് ചേർക്കാം. ഇനി ഇതൊരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇനി ഇതിലെ വെള്ളം ഒന്നങ്ങ് വലിഞ്ഞു വരുമ്പോ കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്നങ്ങ് ചേർക്കുന്നുണ്ട്. അപ്പൊ ഇതിപ്പോ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി മുറിച്ചത്, ഒരു ചെറിയ പീസ് ചേർത്താൽ മതി കേട്ടോ. ബാക്കി നമ്മൾ സവാള വഴറ്റുമ്പോ ചേർക്കുന്നുണ്ട്. 3 ചെറിയ അല്ലി വെളുത്തുള്ളി മുറിച്ചത്, ഇനി ഇച്ചിരി കറിവേപ്പില, ഇനി ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇപ്പൊ ചെറിയ ജീരകം അല്ല കേട്ടോ, പെരിഞ്ജീരകം തന്നെ ചേർക്കണം. ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ പെരിഞ്ജീരകം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാമേ, പക്ഷെ ചെറിയ ജീരകം ചേർക്കണ്ട. ഇനി ഇതൊന്നങ്ങ് വറുത്തെടുക്കാം. അപ്പൊ നമ്മൾ സാധാരണ തീയലിന് വറുക്കുന്ന പോലെ തേങ്ങ അത്രയ്ക്കങ്ങ് മൂക്കണ്ട കേട്ടോ. അപ്പൊ ഇത് ഇത്രയും മതി. ഇനി ഫ്ലെയിം സിമ്മിലാകുകയോ ഓഫ് ആക്കുകയോ ചെയ്തിട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പൊ മസാലപ്പൊടികൾ നന്നായിട്ട് മൂത്ത് വരാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിത് കടായിൽ നിന്നൊന്ന് മാറ്റി വെക്കാം. അപ്പൊ ഇല്ലെങ്കിൽ കടായിയുടെ ചൂട് കൊണ്ട് മസാല വീണ്ടും ഒന്നങ്ങ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് തണുത്ത ശേഷം നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പൊ ഇനി ഈ സെയിം കടായിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ തീയലൊക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കണേ. ഇനി വെളിച്ചെണ്ണ ചൂടാവുമ്പോ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ ഇത്തിരി പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി, ഒരു 2 അല്ലി വെളുത്തുള്ളി മുറിച്ചതും കൂടി ചേർക്കാം. ഇനി ഒരു 10 ചുവന്നുള്ളി മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഈ ചൂട് വെളിച്ചെണ്ണയിൽ കിടന്നൊന്നങ്ങ് മൊരിഞ്ഞു വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യാമേ. ഇനി പെട്ടെന്ന് വഴന്നു വരാനായിട്ട് കുറച്ച് ഉപ്പ്, ഇനി 2 പച്ചമുളക് മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് വഴറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു കാര്യം, നമ്മൾ സാധാരണ മുട്ടക്കറി ചെയ്യുമ്പോ വഴറ്റുന്ന പോലെ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് ഒന്നും ആകണ്ട കേട്ടോ. അപ്പൊ ഇത് ഇത്രയും ലൈറ്റ് ആയിട്ടൊന്ന് കളർ ചേഞ്ച് വന്നാൽ മാത്രം മതി. അപ്പൊ ഇത് ഒരുപാട് സവാള ഒന്നും ബ്രൗൺ ഷെയ്ഡ് ആയാല് ആ കറിയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. ഇനിയിപ്പോ നമുക്കിത് ഈ ഇത്രയും മതി. ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർക്കാം. ഇനി ഈ മുട്ടത്തീയലിന് സാധാരണയായിട്ട് പുളി ചേർക്കാറില്ല കേട്ടോ. അപ്പൊ ചെറിയൊരു പുളിസ്വാദിനായിട്ട് ഒരു വലിയ തക്കാളിയുടെ പകുതി മുറിച്ച് ചേർക്കുന്നുണ്ട്. അപ്പൊ തക്കാളി കൂടുതൽ വേണ്ട. ഇനി ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇതിലിപ്പോ പച്ചമണം മാറാനായിട്ട് ഒന്നുമില്ല കേട്ടോ. അപ്പൊ തക്കാളി ചെറുതായിട്ടൊന്ന് വേവണം. ഇനിയിപ്പോ ഇതിലൊരു ഫ്ലേവറിനായിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പൊ എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. ഇനി ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉപ്പ് കൂടി കറക്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ 4 കോഴിമുട്ട പുഴുങ്ങിയതാണ് ചേർക്കുന്നത്. ഓരോ മുട്ടയും 8 ആയിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചേർത്ത് കൊടുക്കാം.
ഇനി ഇത് മൂടി വെച്ച് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കണം. അപ്പൊ ഫ്ലെയിം കുറച്ച് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പൊ ഇത് ഇപ്പൊ നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ ഒന്നങ്ങ് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കാൻ കൂടിയുണ്ട്. അപ്പൊ അതിനായിട്ട് കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ. അപ്പൊ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോ കടുക്, ചുവന്ന ഉള്ളി, രണ്ട് ഉണക്കമുളക്, കറിവേപ്പില. ഇനി ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തീയലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഉടൻ തന്നെ ഇളക്കണ്ട കേട്ടോ, നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പൊ നമുക്കത് സെർവ് ചെയ്യുമ്പോൾ മാത്രം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് സെർവ് ചെയ്താൽ മതി. അപ്പൊ ഇതേ നമ്മുടെ മുട്ടത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആണ്. ഊണിന് പറ്റിയ ഒരു കിടിലൻ സൈഡ് ഡിഷ് ആണ്. അപ്പൊ എല്ലാവരും ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കാം, കമന്റ്സ് അറിയിക്കണം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഇതുപോലൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.